ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ബവദവശിഖാതാപസംപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പതന്തി. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭജഗോവിന്ദം തുടരുകയാണ്. ഇന്ന് ഭജഗോവിന്ദം 12ാം ദിവസമാണ്. നമുക്ക് 15 മുതൽ 24 വരെയുള്ള 10 ശ്ലോകങ്ങൾ ചൊല്ലാം. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്ജകരണേ. അംഗം ഗളിതം പലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപി ന മുഞ്ചത്യാശാപിണ്ഡം. അഗ്രേ വഹ്നിഃ പൃഷ്ഠേ ഭാനുഃ രാത്രൗ ചുബുക സമർപ്പിത ജാനുഃ കരതലഭിക്ഷസ്തരുതലവാസഃ തദപി ന മുഞ്ചത്യാശാപാശഃ. കുരുതേ ഗംഗാസാഗരഗമനം വ്രതപരിപാലനമഥവാ ദാനം. ജ്ഞാനവിഹീനഃ സർവമദേന മുക്തിം ഭജതി ന ജന്മശതേന. സുരമന്ദിരതരുമൂലനിവാസഃ ശയ്യാഭൂതലമജിനം വാസഃ സർവപരിഗ്രഹഭോഗത്യാഗഃ കസ്യ സുഖം ന കരോതി വിരാഗഃ. യോഗരതോ വാ ഭോഗരതോ വാ സംഗരതോ വാ സംഗവിഹീനഃ യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ. ഭഗവദ്ഗീത കിഞ്ചിദതീത ഗംഗാജലലവകണികാ പീതാ. സകൃദഭിയേന മുരാരി സമർച്ചാ ക്രിയതേ തസ്യ യമേന ന ചർച്ചാ. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. ഹൃദ്ധ്യാകർപ്പണ വിരചിതകന്ദഃ പുണ്യാ പുണ്യവിവർജിതബന്ധഃ യോഗീ യോഗനിയോജിതചിത്തഃ രമതേ ബാലോന്മത്തവദേവ. കസ്ത്വം കോഹം കുത ആയാതഃ
കാമേ ജനനീ കോമേ താതഃ ഇതി പരിഭാവയ സർവമസാരം വിശ്വം ത്യക്ത്വാ സ്വപ്നവിചാരം ത്വയി മയി ചാന്യത്രൈകോ വിഷ്ണുഃ വ്യർത്ഥം കുപ്യസി മയി അസഹിഷ്ണുഃ സർവസ്മിന്നപി പശ്യാത്മാനം സർവത്രോത്സൃജ ഭേദാജ്ഞാനം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്ജകരണേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. ഇന്നലെ ഭഗവത്ഗീത കിഞ്ചിത് അതീത ഗംഗാജലലവ കണികാ പീത സകൃതപിയേന മുരാരി സമർച്ചാ ക്രിയതേ തസ്യ യമേന ന ചർച്ച. ആ ശ്ലോകം കണ്ടു വളരെ വിശദമായിട്ട്. എന്ന് വെച്ചാൽ ഈ മാർഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലക്ഷ്യത്തിൽ നമ്മളെ എത്തിച്ചുകൊള്ളും. ഈ ഒരു സംസ്കാരമുള്ളവർക്കേ ഈ മാർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. ആ സംസ്കാരം തീർച്ചയായിട്ടും അവൻ്റെ ഉള്ളിലെ ഒരു കാന്തം പോലെ പ്രവർത്തിച്ച് അവനെ ആ ഈശ്വര സവിധം വരെ, ആത്മ സാക്ഷാത്കാരത്തിൻ്റെ ശ്രീകോവിൽ വരെ അവനെ കൊണ്ടുപോയി എത്തിക്കും. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഭഗവാന്റെ ഗീതയിലെ ആ ഒരു ഉപദേശം, മന്ത്രം മറക്കാതിരിക്കുക. നമ്മൾ ഈ ഒരു മാർഗത്തിലേക്ക് അല്പമെങ്കിലും കാലെടുത്തു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ കൈപിടിച്ച് ഒപ്പം കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകും. നമ്മുടെ ഭാഗത്തുനിന്ന് ഉള്ളതായിട്ടുള്ളൊരു പരിശ്രമം ഉണ്ടായാൽ മാത്രം മതി. ആദ്യം വേണ്ടത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പരിശ്രമമാണ്. ബാക്കി എല്ലാം ഒരുങ്ങിയാലും നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ മറ്റുള്ളത് കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. ഇന്നിപ്പോൾ ലോകത്ത് നമ്മുടെ സനാതനധർമ്മത്തിൽ ശാസ്ത്രങ്ങളില്ലാത്തതല്ല. അനേക ശാസ്ത്രം, സാഹിത്യങ്ങള് സമുദ്രം പോലെ സനാതനധർമ്മം. ഇതിഹാസങ്ങൾ 2 പുരാണങ്ങൾ 18, ഉപപുരാണങ്ങൾ 18, ധർമ്മശാസ്ത്രങ്ങൾ, സ്മൃതികൾ, വേദങ്ങൾ 4, വേദാംഗങ്ങൾ 6, ഉപവേദങ്ങൾ 4, ഇങ്ങനെ എത്ര വിദ്യകൾ, 64 വിദ്യകളെന്ന് ചുരുക്കി പറയും. അങ്ങനെ എത്ര വിദ്യകൾ, എന്തെല്ലാം പഠിക്കാൻ കിടക്കണു, ഏതെല്ലാം സാഹിത്യങ്ങൾ നമുക്കുണ്ട്. അതുണ്ടായിട്ട് കാര്യമില്ല. ഇത് അനുഭവിക്കുവാനുള്ള ഒരു യോഗം നമുക്കും വേണം. അതിനുള്ള ഒരു ആഭിമുഖ്യം നമുക്ക് ഉണ്ടാവണം. മറ്റത് ഈ വീട്ടിൽ വലിയ ലൈബ്രറി ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല അല്ലേ? നമ്മുടെ പല ഗൃഹങ്ങളിലും മുത്തശ്ശന്മാരായിട്ട് തന്നെ പല പുസ്തകങ്ങളും വാങ്ങിച്ച് ലൈബ്രറി ആയിട്ട് അടുക്കി വെച്ചിട്ടുണ്ടാവും. അച്ഛനും വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടാവും. നമ്മളും ചിലപ്പോൾ കാണുമ്പോൾ ചില ഫാൻസിക്കൊക്കെ ചില പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടും. പിന്നെ വായിക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വായന ഉണ്ടാവില്ല. പലപ്പോഴും എപ്പോഴാ ആള് മരിച്ചു പോവുക എന്നുള്ളതിന് ഒരു നിശ്ചയവുമില്ല. ഈ കോവിഡ് കാലത്ത് പ്രത്യേകിച്ചും അല്ലേ, ആരാണ് എപ്പോഴാണ് പോകുക എന്നുള്ളതിന് ഒരു നിയമവുമില്ല. വയസ്സോ സ്ഥാനമാനങ്ങളോ ആരോഗ്യമോ യൗവനമോ ഒന്നും പ്രശ്നമല്ല. എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ടിക്കറ്റ് വരാം. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഷോക്കേസിൽ ഇരുന്നുകൊണ്ട് വല്ല ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാം അല്ലേ, ഫേസ്ബുക്കിലും അല്ലെങ്കിൽ അതുപോലെയുള്ളതിലൊക്കെ പ്രൊഫൈൽ പിക്ചറായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ഞാനൊരു പുസ്തക പുഴുവാണ്, ധാരാളം പുസ്തകങ്ങൾ, എല്ലാ വെറൈറ്റി പുസ്തകങ്ങളും ഇതാ കണ്ടില്ലേ എൻ്റെ പുറകില് എന്ന മട്ടിലെ ചിത്രം കാണിച്ചു കൊടുക്കാം നാട്ടുകാർക്ക്. ഇന്ന് വരെ ഒന്നും തുറന്നു നോക്കിയിട്ടുണ്ടാവില്ല. കാര്യമില്ല. അതുപോലെ ഇവിടെ നമ്മുടെ ദേശത്ത് ആചാര്യന്മാർക്കും ഒരു കുറവുമില്ല. ഏത് സമ്പ്രദായം വേണോ, ഏത് സമ്പ്രദായത്തിലും പഠിപ്പിക്കുവാനുള്ള ആചാര്യന്മാർ ഇവിടെ മത്സരിക്കുകയാണ്. ഞാൻ മുമ്പേ എന്ന് പറഞ്ഞിട്ട്.
ഈ കൊറോണ കാലത്ത് പോലും ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ എത്രയാ ക്ലാസ്സുകൾ നടക്കുന്നത്, യൂട്യൂബിൽ, അങ്ങനെ ഏതെല്ലാം അവന്യൂസ് ഉണ്ടോ ആ വഴിക്കൊക്കെ ജനങ്ങളിലേക്ക് ആധ്യാത്മിക സന്ദേശങ്ങളെ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ആചാര്യന്മാർ. ഇനി ഇതിലൊന്നും വരാതെ എന്താ പറയുക, തങ്ങളുടെ അടുത്തേക്ക് വരുന്നവർക്ക് മാത്രം ഉപദേശം കൊടുക്കുന്ന എത്രയോ മഹാത്മാക്കളുണ്ട്. അവര് നമ്മുടെ വീടുകളിലേക്ക് വരില്ല, അവരുടെ അടുത്തേക്ക് നമ്മൾ പോകണം. അപ്പൊ അങ്ങനെ എത്രയോ മഹാത്മാക്കൾ ഉണ്ട് ഈ സമൂഹത്തില് ചുറ്റുപാട്. ഉണ്ടായിട്ടുണ്ടോ? ആളുകൾ പേര് വരുന്നുണ്ട്, കോടിക്കണക്കിന് ജനങ്ങളുള്ളതില് എത്ര പേര് അതിന് ശ്രമിക്കുന്നുണ്ട്. ഭഗവാൻ ഗീതയിൽ പറഞ്ഞ മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമഭിസിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. അപ്പോൾ മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത്, ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ ഒരുവനാണ് സിദ്ധയെ യതതി, ലക്ഷ്യപ്രാപ്തിക്കായി കൊണ്ട് പ്രയത്നം ചെയ്യുന്നത്. അങ്ങനെ പ്രയത്നം ചെയ്യുന്നവരിൽ പോലും എല്ലാവരും ഒന്നും ലക്ഷ്യത്തിൽ എത്താറില്ല. പലരും വഴിയിൽ പെട്ടുപോകും, വഴിയിൽ നിന്ന് വഴിതെറ്റിപ്പോകാറുണ്ട്. അങ്ങനെ യതതാമഭിസിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വതഃ. ശരിയായ ആചാര്യന്റെ അടുത്ത് ശരിയായ ശ്രദ്ധയോടുകൂടെ ഒരു ശിഷ്യൻ എത്തിച്ചേരുമ്പോഴാണ് അയാൾക്ക് ലക്ഷ്യപ്രാപ്തി എളുപ്പത്തിലാവുക. അല്ലെങ്കിൽ ചില ആചാര്യന്മാരുടെ അടുത്തൊക്കെ പോയാൽ കുറെ കറങ്ങിത്തിരിയേണ്ടി വരും. കാരണം അവർക്ക് തന്നെ വഴി അറിയാത്തവരാണ്. ആചാര്യന്മാരെന്ന് പേരും പറഞ്ഞിരിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അന്ധേനൈവ നീയമാനായ താന്താഹ എന്ന് ഉപനിഷത്ത് പറയുന്ന പോലെ കുരുടന്മാരെ നയിക്കുന്നത് പോലെ ഒരു കുരുടനായിരിക്കാൻ ചിലപ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ അടുത്തൊക്കെ പോയി പെടും. എല്ലാം കഴിഞ്ഞിട്ടേ ഒരു യഥാർത്ഥ ആചാര്യന്റെ അടുത്തേക്ക് ചിലപ്പോൾ എത്തുള്ളൂ. ഒരുപാട് നമ്മുടെ പ്രാരബ്ധത്തിനനുസരിച്ച് നമ്മൾ പല ഫാൻസികളും നോക്കി, പല വേഷഭൂഷാദികളും നോക്കി, ആരുടെ അടുത്താണ് കൂടുതൽ ആളുകളുള്ളത്, എവിടെയാണ് കൂടുതൽ സൗകര്യങ്ങളുള്ളത്, ആർക്കാണ് കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളത്, ആരുടെ സംസാര ഭാഷയാണ് ഗംഭീരമായിരിക്കുന്നത്, ആരാണ് പട്ടുവസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നത്, ആരാണ് ബെൻസ് കാറുകളിൽ സഞ്ചരിക്കുന്നത്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പലരും ഗുരുക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത്. കാരണം മറ്റുള്ളവരോട് പറയുമ്പോൾ ഒരു ഗൗരവം വേണ്ടേ. ഞാൻ ഇന്ന ആളുടെ ശിഷ്യനാണ് എന്ന് പറയുമ്പോൾ ഒരു പ്രൈഡ് ഉണ്ട് നമുക്ക്. അപ്പൊ അതില് ഒരു യഥാർത്ഥ ജ്ഞാനി ചിലപ്പോൾ ഈ വക വേഷഭൂഷാദികളോ ജാടകളോ ഒന്നും ഉണ്ടാവില്ല. സൈലന്റ് ആയിട്ട് ഒരു കുടിലിരിക്കുന്നുണ്ടാവും. പക്ഷെ അയാളെ വേണ്ട ആർക്കും. അയാളുടെ അടുത്ത് പോയാൽ നിമിഷ നേരം കൊണ്ട് അയാൾ നമ്മളെ കണ്ണ് തുറപ്പിക്കും, നമ്മളെ സ്വതന്ത്രരാക്കും. പക്ഷെ നമുക്ക് അതിലൊന്നുമല്ല താല്പര്യം. എവിടെയാണ് ആൾക്കൂട്ടം, ആ ആൾക്കൂട്ടത്തിന്റെ പുറകെ ഇടിച്ചു കയറാനാണ് നമ്മൾ തിരക്കുക. ഇരിക്കട്ടെ. അപ്പോ ഇങ്ങനെ ഗുരുക്കന്മാർ ഇഷ്ടം പോലെയുണ്ട്, ശാസ്ത്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും അവനവന്റെ ഭാഗത്ത് നിന്ന് അവനവൻ സ്വയം തന്നെ അതിലേക്ക് അവൈലബിൾ ആക്കാതെ, സ്വയം അതിലേക്ക് കമ്മിറ്റ് ചെയ്യാതെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരൊക്കെ നിസ്സഹായരാണെന്ന് പറയാം. ശാസ്ത്രങ്ങളും ഇരിക്കുകയുള്ളൂടെ ആചാര്യന്മാരും ഇരിക്കുകയുള്ളൂ. അപ്പൊ ആചാര്യന്മാരും ശാസ്ത്രങ്ങളും അല്ല ആദ്യം സ്റ്റെപ്പ് വെക്കേണ്ടത് അവനവനാണ്. അവനവന്റെ ഉള്ളിൽ ജിജ്ഞാസ, മുമുക്ഷ അഥവാ മോക്ഷേച്ഛ ഉണ്ടാവുമ്പോൾ മാത്രമേ അത് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഈ രംഗത്തേക്ക് വരുന്നവർക്കൊക്കെ ഈ ഒരു അല്പമെങ്കിലും ജിജ്ഞാസയും മുമുക്ഷയും ഉണ്ടാവുന്നവരാണ് ഈ ഭഗവത്ഗീത അധ്യയനം ചെയ്യുന്നവരും ഗംഗാജലലവ കണിക പാനം ചെയ്യുന്നവരും ഭഗവത് പൂജാദികൾ ചെയ്യുന്നവരൊക്കെ അല്പമെങ്കിലും ഇതിൽ ശ്രദ്ധയുള്ളവരായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു കൃപ, അവർക്ക് അവരോട് തന്നെ കൃപയുണ്ടായിട്ടുണ്ട്. അങ്ങനെ അതുണ്ടാവുന്നത് ജന്മാന്തര സുകൃതം കൊണ്ടാണ്. അങ്ങനെ അവനോട് കൃപയുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈശ്വര കൃപ പ്രവർത്തിക്കുകയായി. നമ്മൾ ഒരു കാലം അങ്ങോട്ട് വെക്കുമ്പോഴേക്കും ഈശ്വരൻ 10 സ്റ്റെപ്പ് ഇങ്ങോട്ട് വെക്കും എന്ന് പറയുന്നത് വാസ്തവമാണ്. ആ ഈശ്വരൻ നമുക്ക് യോഗ്യരായുള്ള ഗുരുക്കന്മാരെ കൊണ്ടുവന്നു തരും. നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ശാസ്ത്രങ്ങൾ പഠിക്കുവാനുള്ളതായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കിത്തരും. അങ്ങനെ ഗുരുകൃപ, ശാസ്ത്രകൃപ മുതലായ കൃപകൾ ഈശ്വര കൃപയായി നമുക്ക് അനുഗ്രഹമായി വന്നു ചേരും. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി. അതാണ് ഇവിടെ കിഞ്ചിത് അതീത ലവകണികാപീത
സകൃതബി, ഒരിക്കലെങ്കിലും മുരാരിയെ പൂജിക്കുക എന്നൊക്കെ അങ്ങനെ ചുരുക്കി പറയാൻ കാരണം ഇത് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, നമ്മളെ അതിലേക്ക് ആകർഷിക്കുന്ന ഒരു ചൂണ്ടയാണ്. ഈ ചൂണ്ടയിൽ നമ്മൾ അങ്ങോട്ട് കൊത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് തന്നെയാണ് നമ്മുടെ ഗതി. സ്വാതന്ത്ര്യമില്ലാതാവും നമ്മൾ. ഭഗവാന്റെ കയ്യിൽ അങ്ങോട്ട് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ നമ്മളെ വിടില്ല. നമ്മൾ അങ്ങോട്ട് ഭഗവാനെ ഗ്രഹിക്കണം. ആദ്യം ഗ്രഹിക്കേണ്ടത് നമ്മളാണ്. അങ്ങനെ ഗ്രഹിക്കുമ്പോൾ തിരിച്ച് ഭഗവാൻ ഇങ്ങോട്ട് പിടിക്കുന്നതിനെയാണ് അനുഗ്രഹം എന്ന് പറയുക. ആ അനുഗ്രഹത്തിന് നമ്മൾ പാത്രീഭവിച്ചു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ഭഗവാൻ നമ്മളെ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടുന്ന പ്രശ്നം ഇല്ല. ഭഗവാൻ പിന്നെ നമ്മളെ വിടില്ല. ഭഗവാൻ തന്നോട് ചേർക്കുന്നത് വരെയും ആ ഭഗവാന്റെ കാരുണ്യം നമ്മളെ ചേർത്ത് പിടിക്കും. അതാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിതില് ശ്രദ്ധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാം. തുടർന്ന് 22-ാം ശ്ലോകത്തില് സംസാരത്തെക്കുറിച്ച് പറഞ്ഞ് വീണ്ടും വീണ്ടും ജനന മരണങ്ങൾ, വീണ്ടും വീണ്ടും ഗർഭവാസം, ഇങ്ങനെയുള്ള ഈ തരണം ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള, ആഴം കാണാത്തതും മറുകര കാണാത്തതുമായിട്ടുള്ള ഈ സംസാരമാകുന്ന സാഗരത്തിൽ നിന്ന് അലയോ മുരാരേ, എന്നെ അങ്ങയുടെ കരുണ കൊണ്ട് കൃപയാ പാരേ പാഹി, എന്നെ മറുകരയ്ക്ക് രക്ഷിച്ചാലും എന്നെ അക്കരെ കടത്തിയാലും ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റിയാലും എന്ന് 22-ാം ശ്ലോകവും നമ്മൾ ഇന്നലെ സാമാന്യം കണ്ടു. അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. രത്യാചർപ്പട വിരചിത കന്ദഃ പുണ്യാപുണ്യ വിവർജിത പന്ദഃ യോഗീ യോഗ നിയോജിത ചിത്തഃ രമതേ ബാലോന്മത്തവദേവ. രത്യാചർപ്പട വിരചിത കന്ദഃ പുണ്യാപുണ്യ വിവർജിത പന്ദഃ യോഗീ യോഗ നിയോജിത ചിത്തഃ രമതേ ബാലോന്മത്തവദേവ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. രത്യാ ചർപ്പട വിരചിത ഗന്ധഃ എന്നും കർപ്പട വിരചിത ഗന്ധഃ എന്നും പാഠഭേദമുണ്ട്. കർപ്പട വിരചിത ഗന്ധ, രഥ്യാ കർപ്പട വിരചിത ഗന്ധഃ പുണ്യാപുണ്യ വിവർജിത പന്തഃ യോഗീ യോഗ നിയോജിത ചിത്തഃ രമതേ ബാലോന്മത്തപദേവ. ചർപ്പടം എന്നും കർപ്പടം എന്നും പാഠങ്ങൾ ഉണ്ട്. കർപ്പടമാണ് കൂടുതൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഒരു യോഗി, ആ യോഗി ആത്മാരാമനായി തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചോ തൻ്റെ ശരീരത്തെക്കുറിച്ചോ യാതൊരു ചിന്തയുമില്ലാതെ നിഷ്കളങ്കനായി, യാതൊരു ആൻസൈറ്റിയും വറിയും ഒന്നുമില്ലാതെ, നാളെയെക്കുറിച്ചുള്ള ചിന്തയോ ഇന്നലെയെക്കുറിച്ചുള്ളതായിട്ടുള്ള വറികളോ അദ്ദേഹത്തിനില്ലാതെ നല്ല സന്തോഷത്തോടെ എല്ലാറ്റിലും സമബുദ്ധിയായി ഒരു പിഞ്ചു പൈതലിനെ പോലെയോ ഒരു ഉന്മത്തനെ പോലെയോ അദ്ദേഹം ലോകത്തിൽ വിഹരിക്കുന്നു, സഞ്ചരിക്കുന്നു എന്ന് പറയണം. അപ്പൊ അദ്ദേഹത്തിന് വേഷഭൂഷാദികളൊന്നും അല്ല പ്രശ്നം. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. രത്യാ കർപ്പട വിരചിത കന്ദഃ. കന്ദഃ എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്നാണ് അർത്ഥം. കന്ദഃ, കന്ദ എന്നും രൂപമുണ്ട്. അപ്പോൾ വസ്ത്രം അർത്ഥമാണ്. അപ്പൊ ഈ വസ്ത്രം, ശരീരത്തിൽ ഉടുക്കാനുള്ളതായിട്ടുള്ള വസ്ത്രം, അത് എങ്ങനെയാണ് ഇദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്? നല്ല പട്ടുവസ്ത്രങ്ങളൊന്നുമല്ല. ഏറ്റവും നല്ല വസ്ത്രങ്ങൾ എവിടുന്ന് കിട്ടുമെന്ന് നോക്കി തിരഞ്ഞെടുത്തിട്ടൊന്നുമില്ല അദ്ദേഹം. പിന്നെയോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രം രഥ്യാ കർപ്പട വിരചിതമാണ്. രഥ്യ എന്ന് പറഞ്ഞാല് വഴി, റോഡ്, രഥമാർഗത്തിനെയാണ് രഥ്യ എന്ന് പറയുക. പണ്ട് രഥങ്ങളായിരുന്നു സഞ്ചരിച്ചിരുന്നത്.
അല്ലെ? ഇന്ന് കാറുകൾ സഞ്ചരിക്കുന്നു, മറ്റു വാഹനങ്ങൾ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് സംസ്കൃതത്തില് രഥമാർഗം എന്നർത്ഥത്തില് രഥ്യ എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള മാർഗങ്ങൾ, വഴികൾ, റോഡുകൾ എന്നൊക്കെ അർത്ഥം. രഥ്യകൾ. അവിടെയുള്ള കർപ്പടങ്ങൾ കൊണ്ട് വിരചിതമായ കന്ദഹ. കർപ്പടം എന്ന് പറഞ്ഞാല് കീറത്തുണി, ആളുകൾ ഉപേക്ഷിച്ചതായിട്ടുള്ള തുണികൾ എന്നർത്ഥമാണ്. അതിനെ തന്നെയാണ് ചർപ്പടം എന്നും പറയുന്നത്. ചർപ്പടം എന്ന് പറഞ്ഞാലും ഉപേക്ഷിച്ചതായിട്ടുള്ള മുഷിഞ്ഞ തുണി എന്നാണ് അർത്ഥം. അത് തന്നെ നമ്മൾ മലയാളത്തിൽ ചപ്പ എന്ന് പറയുന്നത് ഈ ചർപ്പടത്തിൽ നിന്ന് വന്നതാണ്. സംസ്കൃതത്തിലെ ചർപ്പടമാണ് മലയാളത്തിലെ ചപ്പയായിട്ട് മാറിയത്. ചപ്പടം ചപ്പയായി മാറി. അപ്പോൾ ഒരു ചപ്പത്തുണി, ഒരു കീറത്തുണി ആളുകൾ ഉപയോഗശൂന്യമായിട്ട് അവർക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് തെരുവിൽ ഉപേക്ഷിച്ചതായിട്ടുള്ള തുണി കഷ്ണങ്ങൾ എന്ന് തന്നെ പറയാം. നല്ല തുണിയൊന്നും അല്ല അത്, കഷ്ണങ്ങൾ, കീറത്തുണികളാണ്. അവ കൊണ്ട് വിരചിതം എന്ന് പറഞ്ഞാലോ കൂട്ടിക്കെട്ടിയിട്ട് പലതും തുന്നി ചേർത്തിട്ട്, അപ്പോൾ പല വർണ്ണത്തിലുള്ള തുണികൾ പല ഭാഗത്തു നിന്നും ആളുകൾ ഉപേക്ഷിച്ചതെല്ലാം പെറുക്കി കൂട്ടിയിട്ട് ഇങ്ങേർക്ക് പുതിയതായിട്ടൊരു കോട്ട് തുന്നും. കണ്ടം വെച്ച കോട്ട്, ഒരു സിനിമ വന്നിട്ടുണ്ട് പണ്ട് അല്ലേ? കണ്ടം വെച്ച കോട്ട്. കണ്ടം വെക്കുക എന്ന് പറഞ്ഞാല് ഇങ്ങനെ തുന്നിക്കൂട്ടിയത് എന്നാണ്. പല ഭാഗത്തും പീസ് വെച്ച് ഓട്ടയടയ്ക്കുക, പീസ് വെച്ച് ഓട്ടയടച്ച കോട്ടുടുക്കുക, അങ്ങനെയുള്ള പണ്ടൊക്കെ അങ്ങനെയൊക്കെ പതിവുണ്ടായിരുന്നു. നമ്മളൊക്കെ അല്ലേ, നമ്മുടെയൊക്കെ ബാല്യത്തിലൊക്കെ നമ്മള് ഒരു എന്തെങ്കിലും ഒരു ചെറിയ കീറൽ വന്നാലോ ഒരു ബട്ടൺസ് പോയാലോ ഒന്നും ഉടനെ വസ്ത്രത്തെ ഉപേക്ഷിച്ചിരുന്നില്ല. പലതവണ അതിനെ ആവുന്ന രീതിയിലൊക്കെ തുന്നിയിട്ട് തന്നെ നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അന്ന് പൈസയ്ക്ക് വിലയുണ്ടായിരുന്നു. ഇതുപോലെയുള്ള എന്താ പറയുക സുലഭത ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാറ്റിനും. അപ്പോൾ നമ്മുടെ പൂർവികന്മാരിലേക്ക് പോകും തോറും ആ ഒരു ദുർലഭമായിട്ടുള്ള വസ്തുക്കളാണ് ഇതെല്ലാം. ഇന്നത്തെ പോലെ തെരുവുതോറും ടെക്സ്റ്റൈൽ ഷോപ്പുകളായിരുന്നില്ല. ഒരു തുണി എന്നെടുക്കണമെങ്കിൽ തന്നെ എവിടെയൊക്കെ എത്ര ദൂരം പോണ്ടി വരും ചിലപ്പോൾ. നമ്മുടെയൊക്കെ ബാല്യത്തിൽ തന്നെ നമുക്ക് ഓർമ്മയുണ്ട് എത്ര ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഉണ്ടായിരുന്നു ഈ ടൗണുകളിലൊക്കെ എന്ന്. ഇന്നിപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ തടഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കായിരിക്കും. അതുപോലെ നിറഞ്ഞിട്ടുണ്ട്. ഓരോ വീടുകളിലും ഒരു കുട്ടിക്ക് തന്നെ എത്ര ഒരു റൂം നിറച്ച അലമാരകളും അത്രയും വസ്ത്രങ്ങളും ഉണ്ടാവും. ഓരോ പിറന്നാളിനും 20-30 വസ്ത്രം എടുത്തു കൊടുക്കുന്നതായിട്ടുള്ള വീടുകളുണ്ട്. പിന്നെ ആഴ്ചയ്ക്ക് ഷോപ്പിംഗ് പോകുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട്. ധൂർത്ത്. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതിലും ആ ഒരു 1200 വർഷം മുമ്പിലത്തെ അവസ്ഥയാണ്. അപ്പോൾ വസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ റെയറായിട്ടുള്ള കാര്യങ്ങളാണ്. ചുരുക്കം മിനിമം വസ്ത്രങ്ങൾ സിമ്പിളായിട്ട് ഉടുത്തിരുന്ന ആളുകളായിരുന്നു പണ്ട്. വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു തോർത്തമുണ്ട് മാത്രം അല്ലെങ്കിൽ കൗബീന മാത്രം എടുത്തിട്ട് കാരണവന്മാർ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും തമിഴ്നാട്ടിലൊക്കെ ചില ഗ്രാമങ്ങളിലൊക്കെ പോയാൽ ഈ ആട് മേയ്ക്കുന്നവരായിട്ടുള്ള ആളുകള് കോണകം മാത്രം എടുത്ത് ചിലപ്പോൾ ഒരു തലയെക്കെട്ട് കെട്ടിയിട്ടുണ്ടാവും. അത് വലുതായിരിക്കും, കോണകം ചെറുതായിരിക്കും. അത് കൊടുത്തിട്ട് മാട് മേയ്ക്കുണ്ടാവും. ചില ഗ്രാമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പുരുഷന്മാർ കോണ കൊടുത്ത് സൈക്കിൾ ചവിട്ടുണ്ടാവും, പുറകിൽ സാരി ഉടുത്ത് സ്ത്രീകൾ കാരിയറിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അവിടെയൊക്കെ ഇപ്പോഴും അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് വസ്ത്രം എന്ന് പറഞ്ഞാൽ റെയർ ആയിരുന്നു. അതുകൊണ്ട് തങ്ങൾക്ക് സ്വയം വസ്ത്രം വാങ്ങാൻ ഈ യോഗികൾ, സന്യാസിമാർ, അവധൂതന്മാർ, ജ്ഞാനികൾ അതിനുവേണ്ടി പരിശ്രമിച്ചില്ല. മറ്റുള്ളവർക്ക് ആവശ്യമില്ലാതെ അവർ ഉപേക്ഷിച്ചതായിട്ടുള്ള പല വർണ്ണത്തിലും പല വലിപ്പത്തിലുള്ളതായിട്ടുള്ള കഷ്ണങ്ങൾ കൂട്ടിക്കെട്ടി. അതാണ് രഥ്യ കർപ്പട വിരചിത കന്ദഃ. രഥ്യയിലുള്ള കർപ്പടങ്ങൾ കൊണ്ട് വിരചിച്ച കന്ധം എന്ന് പറഞ്ഞാൽ കൂട്ടിക്കെട്ടിയതായിട്ടുള്ള ആ വസ്ത്രം ധരിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ അവർക്ക് ദേഹാഭിമാനമേ ഇല്ല. നല്ല വസ്ത്രം ധരിച്ച് ആരുടെയെങ്കിലും മുമ്പിൽ ചെന്ന് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടാനോ റെസ്പെക്ട് കിട്ടാനോ അവർക്ക് താല്പര്യമില്ല. മറ്റുള്ളവരുടെ റെസ്പെക്റ്റിലോ അംഗീകാരത്തിലോ അല്ല തൻ്റെ സുഖമിരിക്കുന്നത്. താൻ ഓൾറെഡി തൻ്റെ സ്വരൂപമേ ആനന്ദമാണ്. ആ ആനന്ദത്തില് എന്തെങ്കിലും ഒരു കുറവ് വരുത്താൻ ഈ ലോകത്തിൽ ആർക്കും സാധ്യമല്ല എന്ന് നല്ല ബോധ്യമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആരെയും ഒപ്പിക്കേണ്ട ഒരു വേഷം കെട്ടിന്റെയും ഒരു ആവശ്യവും അദ്ദേഹത്തിന് ഇല്ല. സൊസൈറ്റിയുടെ റെസ്പെക്ട് പിടിച്ചു പറ്റാൻ വേണ്ടി നല്ല രീതിയിൽ വസ്ത്രം ധരിക്കേണ്ട ആവശ്യം, ഗതികേട് അദ്ദേഹത്തിന് ഇല്ല. സൊസൈറ്റി വേണമെങ്കിൽ ബഹുമാനിച്ചോട്ടെ, ബഹുമാനിച്ചാൽ അവർക്ക് പ്രയോജനം,
തനിക്ക് അതുകൊണ്ട് യാതൊരു നഷ്ടവും ഉണ്ടാവാൻ പോലില്ല. അവർ ബഹുമാനിച്ചാൽ ലാഭവുമില്ല, ബഹുമാനിച്ചില്ലെങ്കിൽ നഷ്ടവുമില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി വേഷം കെട്ടുന്ന ആളുകളല്ല യഥാർത്ഥ ജ്ഞാനികൾ. മുമ്പ് ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ കാഷായാംബര ബഹുകൃത വേഷ എന്ന് പറഞ്ഞു. വേഷം കെട്ടി നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും വേഷം വേണം. എന്താ? ഉദര നിമിത്തം. വേഷം കെട്ടി നടന്നവർക്ക് വേഷം കെട്ടിയാലേ വയറ് നിറയ്ക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ നോക്കും, ഇയാള് നല്ല ഭസ്മക്കുറി നല്ലോണം വാരി വലിച്ചിട്ടുണ്ടോ, അതിന്റെ മുകളിൽ ചന്ദനമുണ്ടോ, കുങ്കുമുണ്ടോ, തലമുടി ജടയൊക്കെ വളർത്തിയിട്ടുണ്ടോ, കുടുമ കെട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മുട്ടയടിച്ചിട്ടുണ്ടോ, എങ്ങനെയുള്ള വസ്ത്രമാണ്, കാവ്യ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ, രുദ്രാക്ഷമാല ധരിച്ചിട്ടുണ്ടോ, മെതിയടിയാണോ, കമണ്ടലുണ്ടോ. ഈ പൊട്ടന്മാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇതിലൊക്കെയാണ് നോട്ടം. ഇയാളുടെ വേഷത്തിലും ഇയാളുടെ കുറിയിലും ഇയാളുടെ മാലയിലും. അപ്പൊ അതിലൊക്കെ ഭ്രമിച്ച് അങ്ങനെ നന്നായിട്ട് വേഷം കെട്ടിയവരുടെ വലയിൽ അവര് വീഴും, അവർക്ക് എല്ലാം കൊടുക്കുകയും ചെയ്യും. വേഷം കെട്ടാത്തവരെ അവര് പരിഗണിക്കുകയുമില്ല. മൂഢജനങ്ങൾ അങ്ങനെയാണ്. ആളുകളുടെ വേഷം നോക്കിയിട്ടാണ് അവർ ബഹുമാനിക്കുന്നത്. അതാണ് ഭൂരിപക്ഷം ജനങ്ങളുടെയും സ്വഭാവം. എന്താപ്പ ചെയ്യാൻ പറ്റുക? അപ്പോ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് മാർഗദർശകന്മാരായി ജീവിക്കുന്ന സന്യാസിമാര് നിർബന്ധിതരായി തീരുകയാണ് സമൂഹത്തിനനുസരിച്ച് വേഷം കെട്ടാൻ. ഇല്ലെങ്കിൽ ഈ വേഷത്തിന്റെ ഒന്നും ആവശ്യമില്ല. സന്യാസിമാർക്ക് അവർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അവരുടെ ആശ്രമങ്ങളിൽ ചെന്ന് നോക്കണം സന്യാസിമാർ എങ്ങനെയാണ് അവര് കഴിയുന്നത് എന്ന്. ഒരു ഒറ്റ മുണ്ട് കൊടുത്തിട്ടുണ്ടാവും, വേറൊന്നും ഉണ്ടാവില്ല. അത് ആ ഒറ്റ മുണ്ട് കൊടുത്തിട്ട് അവര് ആ പരിസരത്ത് എവിടെ വേണമെങ്കിൽ പോയിട്ടും വരും, എന്ത് വേണമെങ്കിൽ കാര്യങ്ങൾ ചെയ്യും. അവർ ആശ്രമങ്ങളോട് ചേർന്ന് കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കിളയ്ക്കാനും മറിക്കാനും എന്ന് പറഞ്ഞ പോലെ അതിലും നിൽക്കും, ഏത് പ്രവൃത്തിയും ചെയ്യും. അത് കഴിഞ്ഞ് ധ്യാന ജപാദികൾക്ക് അത്രയും കൂടി വേണ്ട, ഒരു മുണ്ടും കൂടി വേണ്ട. അപ്പൊ അത്രയും ആവശ്യമുള്ളൂ. പിന്നെ വേഷം കെട്ടുന്നതൊക്കെ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. സമൂഹം ഇവരെ നോക്കി മാർഗദർശനത്തിനായിക്കൊണ്ട് വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിലൊരു ഗൗരവ ബുദ്ധി ഉണ്ടാവണം. അവജ്ഞ ഉണ്ടായാൽ അവർക്ക് ആ വിദ്യ ഫലിക്കില്ല. അപ്പൊ ഈ ആളുകൾക്ക് വേണ്ടി, അവരുടെ ഉള്ളിൽ ഗൗരവ ബുദ്ധിയെ ജനിപ്പിക്കാൻ വേണ്ടി, അവരിൽ അവജ്ഞ എന്ന വികാരം ഇല്ലാതിരിക്കാൻ വേണ്ടി, ബഹുമാനം വേഷം കാണുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ബഹുമാനം, അല്ലേ, ദ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും പോലെ ഒരു ഇംപ്രസ് ചെയ്യാൻ വേണ്ടി, അത് ആർക്ക് വേണ്ടി? അയാൾക്ക് വേണ്ടി. അയാൾക്ക് ഈ കൊടുക്കുന്ന ഉപദേശം ഫലിക്കണം, അതിനയാൾ ഗൗരവത്തോടു കൂടി ആ ഉപദേശത്തെ സ്വീകരിക്കണം. അപ്പൊ അതിനു വേണ്ടി പല മഹാത്മാക്കളും പല രീതിയിൽ വേഷം കെട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ എന്താ പറയുക, വിവേകാനന്ദ സ്വാമികൾ നന്നായിട്ട് ഡ്രസ് ചെയ്തിട്ടാണ് നടന്നിരുന്നത്. രാജകീയമായിട്ടൊരു ഭാവമാണ് അദ്ദേഹത്തിന്. ചിന്മയാനന്ദ സ്വാമികള് അദ്ദേഹം സിൽക്ക് ഡ്രസ്സുകളാണ് ധരിച്ചിരുന്നത്, പട്ടുവസ്ത്രങ്ങൾ. ഇപ്പൊ പലരും അതിനെ പരിഹസിച്ചുകൊണ്ട് സിൽക്ക് ഡ്രസ് ഇടുന്ന സ്വാമി, പട്ടുവസ്ത്രം ധരിക്കുന്ന സ്വാമി, ബെൻസ് കാറിൽ പോകുന്ന സ്വാമി എന്നൊക്കെ ചിലര് പരിഹസിക്കുമായിരുന്നു. സ്വാമിക്ക് അതൊന്നും ആവശ്യമുണ്ടായിട്ടല്ല. പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ജനത ഇംഗ്ലീഷുകാരുടെ അടിമകളായി തീർന്നിരുന്നു മാനസികമായിട്ട്. അപ്പം മനസ്സുകൊണ്ട് ഇംഗ്ലീഷുകാരും ശരീരം കൊണ്ട് ഇന്ത്യക്കാരും മാത്രമേ ആയിരുന്നുള്ളൂ. അപ്പൊ അവരുടെ മനസ്സിൽ ഇംഗ്ലീഷ് ഭാഷയോടും ഇംഗ്ലീഷുകാരുടെ പ്രൗഢിയോടും പൊങ്ങച്ചങ്ങളോടും ഒക്കെ ഒരു ഭ്രമം അതിപ്പോഴും വിട്ടുപോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്തൊക്കെ കാണിച്ചുവോ അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള സമൂഹം, വിദ്യാസമ്പന്നരായിട്ടുള്ള കോളേജ് എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടിയിട്ടുള്ള ആളുകളുടെ സമൂഹം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ എന്താ പറയുക, സിമ്പിൾ ആയിരിക്കുന്ന ഒരു സന്യാസിയെ കണ്ടാൽ ഒരു വിലയും വെക്കില്ല. അയാൾ പച്ച മലയാളത്തിൽ സംസാരിച്ചാൽ ഒട്ടും വിലയും വെക്കില്ല. അപ്പോ ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയെ എങ്ങനെയെങ്കിലും നേരായ വഴിക്ക് നയിക്കണം, അപ്പൊ അവരുടെ വഴിക്ക് തന്നെ പോകാമെന്ന് കരുതിയിട്ടാണ് സ്വാമിജി, ചിന്മയാനന്ദ സ്വാമിജി ആ രീതിയിൽ ഡ്രസ്സിങ്ങും ആ ഭാഷ, ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ചുകൊണ്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനെ ആകർഷിച്ചു. മലയാളത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇവരൊന്നും തിരിഞ്ഞു നോക്കില്ലായിരുന്നു. അപ്പൊ ഇംഗ്ലീഷ്, അപ്പൊ ഗംഭീര ഭാഷയാണ് ഇംഗ്ലീഷ്.
ആ ഒരു ഭാഷയോടുള്ള ബഹുമാനം കൊണ്ട് ഇവരൊക്കെ വന്നു ചേർന്നു. ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന, ഇംഗ്ലീഷിൽ ഭഗവത്ഗീത പ്രഭാഷണം ചെയ്യുന്ന, ഇംഗ്ലീഷിൽ ഉപനിഷത്ത് പ്രഭാഷണം ചെയ്യുന്ന സ്വാമി എന്ന് പറയുമ്പോൾ പോകുന്നതിനൊരു വെയിറ്റ് ഉണ്ട്. ഞങ്ങൾ ഇംഗ്ലീഷ് അറിയുന്നവർ മാത്രമേ ഇതിനൊക്കെ പോകാൻ പറ്റുള്ളൂ. സാധാരണക്കാർക്കൊന്നും അവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഞങ്ങൾ കുറച്ച് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാര്, സൊസൈറ്റിയിലെ ഇലൈറ്റ് ആയിട്ടുള്ള ആൾക്കാര്, ഗംഭീരന്മാര്, റോട്ടറി ക്ലബിൽ പോകുന്ന പോലെ, ലയൺസ് ക്ലബിൽ പോകുന്ന പോലെ, കോസ്മോപോളിറ്റൻ ക്ലബിൽ പോകുന്ന പോലെ ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് പോകുന്നുണ്ട് എന്ന് സൊസൈറ്റിയിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ പലരും വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് പിന്നെ സ്വാമിജിയുടെ പ്രഭാഷണ ചാതുരിയിൽ, ആ വിഷയത്തിന്റെ ഗൗരവത്തിൽ, അതിന്റെ മഹിമയിൽ ഒക്കെ ആകൃഷ്ടരായി. പിന്നെ അവരുടെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യം ഇവരെ ആകർഷിക്കുന്നത് ഈ വേഷയും ഭൂഷവും ഭാഷയും ഒക്കെയാണ്. എങ്ങനെ ഇത് കാറിൽ വരുമ്പോ ഒരു ഗൗരവം, നടന്നു വന്നാൽ ബഹുമാനിക്കില്ല, തിരിഞ്ഞു നോക്കില്ല, പട്ട് വസ്ത്രം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ബഹുമാനം. അതാണ് ഈ സൊസൈറ്റി, മൂഢ സൊസൈറ്റിയാണ്. അപ്പൊ ഈ മൂഢ സൊസൈറ്റിക്ക് അനുസരിച്ച് വേണ്ടേ വേഷം കെട്ടാൻ സന്യാസിമാരും? അതാണ് ഇന്നത്തെ അവസ്ഥ. എല്ലാവരും ആ ഒരു വിവേകമുള്ളവരാണെങ്കിൽ സന്യാസിമാർക്കും സിമ്പിൾ ആവാമായിരുന്നു, കുറെ കൂടി സിമ്പിൾ ആവാം. ഈ വേഷഭൂഷാദികളൊക്കെ ഉപേക്ഷിച്ച് ഏറ്റവും സിമ്പിളായിട്ട് നടക്കാമായിരുന്നു. സന്യാസിമാരെ തെരഞ്ഞ് ആരാണ് അറിവുള്ളവര് എന്ന് മനസ്സിലാക്കി ഈ ഹിന്ദുക്കളെന്ന് പറയുന്ന ജന്തുക്കളെല്ലാം വരുമായിരുന്നുവെങ്കിൽ അങ്ങോട്ടേക്ക് തെരഞ്ഞ് അങ്ങോട്ട് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല, ഉപദേശിക്കേണ്ട കാര്യമില്ല. ആ വിവേകം ഉണ്ടായിരുന്നുവെങ്കിൽ. ഇത് വിവേകമില്ലാതെ മൂഢജനങ്ങൾ നശിക്കുന്നത് കാണുമ്പോൾ കാരുണ്യം കൊണ്ടാണ് ഗുരുക്കന്മാര് താഴോട്ട് ഇറങ്ങി വരുന്നത്, ഇവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ഇത് മനസ്സിലാക്കാതെ കുറെ പൊട്ടന്മാര് ഇതിനെ തിരിച്ചു പരിഹസിക്കുന്നവരും ഉണ്ട്. ഒരു സന്യാസി കുറിയിട്ടില്ല, അയാള് ഒരു ചന്ദനം തൊടാൻ പോലും മടിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള വിഡ്ഢിത്തരങ്ങൾ പറയും. അതും അറിവുള്ളവരെന്ന് പറയുന്ന ആളുകൾ പറയുന്ന വിഡ്ഢിത്തരങ്ങൾ. ഒരു സന്യാസി കുറിയിട്ടത് നോക്കിയിട്ടാണോ അയാളുടെ ജ്ഞാനത്തെ വിലയിരുത്തുന്നത്? നിങ്ങൾ കുറിയിട്ടവർക്കാണോ ജ്ഞാനം കൂടുതൽ? ദേഹാഭിമാനം ഇല്ലാത്തവർക്ക് അവര് സിമ്പിളായിട്ട് ഡ്രസ്സാ ധരിച്ചിരിക്കുന്ന, കുറിയും ഇടാറില്ല, രുദ്രാക്ഷമാലയും ധരിക്കാറില്ല. മഹാത്മാക്കൾ അതിലൊന്നും ശ്രദ്ധ കൊടുക്കാറില്ല. എത്ര വലിയ രുദ്രാക്ഷമാല, അത് സ്വർണം കെട്ടണോ വെള്ളി കെട്ടണോ, എത്ര അടുക്ക് രുദ്രാക്ഷമാല വേണം, അതിലൊന്നും അല്ല അവരുടെ ശ്രദ്ധ. അത് ഇടാരേ ഇല്ല. രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന മിഷനിലെ സന്യാസിമാര് രുദ്രാക്ഷമാല ധരിക്കാറില്ല. അവർ പലരും കുറി പോലും ധരിക്കാറില്ല. ഏറ്റവും ചാക്ക് പോലെയുള്ള ഒരു കാവ്യ വസ്ത്രമാണ് അവർ ധരിക്കാറ്, ഏറ്റവും സിമ്പിളായിട്ടുള്ളത്. അവർ സേവന നിരതരാണ്, അവർ സമൂഹത്തെ സേവിക്കുന്നതിലാണ് നിരതർ. അവരുടെ ആ മഹത്വം അറിയാതെ, അവരുടെ ജ്ഞാനവും അവരുടെ തപസ്സും അവരുടെ ജീവിത സിംപ്ലിസിറ്റിയെയും കുറിച്ച് അറിയാതെയാണ് പല മൂഢന്മാരും അതിനെയൊക്കെ വിലയിരുത്തുന്നത്, പരിഹസിക്കുന്നത്. ചിന്തിക്കുക, നമ്മളാണോ ഒരു ജ്ഞാനി ഏത് വേഷം കെട്ടണമെന്ന് തീരുമാനിക്കേണ്ടത്? വിവരമില്ലാത്ത മൂഢന്മാരാണോ തീരുമാനിക്കുന്നത് വിവരമുള്ള ഒരാളെ എങ്ങനെ സംസാരിക്കണം, എന്ത് പെരുമാറണമെന്ന്? വിവരമുള്ള ജ്ഞാനിയായിട്ടുള്ള ഒരാൾക്ക് ഈ ലോകമേ നിസ്സാരമായിരിക്കുമ്പോൾ, ലോകത്തോട് നിസ്സംഗനായിരിക്കുമ്പോൾ, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ വേണമെങ്കിൽ വേഷം കെട്ടാനുള്ള, ഏത് വേഷം കെട്ടാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ മൂഢജനങ്ങൾ അവരുടേതായിട്ടുള്ള ഒരു വിഷനിൽ കാണുകയാണ്, ഞങ്ങൾ പറയുന്ന പോലെ നടക്കണം ഇവര്. എന്താ, ഇവരുടെയൊക്കെ അടിമകളാണോ ഈ സന്യാസിമാര്, ഋഷീശ്വരന്മാര്? ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് നമ്മളൊന്നും ഇനി ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾ പറയാതിരിക്കണം. ഒരു മഹാത്മാവ് എങ്ങനെ നടക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കും. കാരണം നമ്മളെക്കാൾ അറിവ് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഉണ്ട്. നമ്മുടെ ഉപദേശം ആവശ്യമില്ല. അദ്ദേഹം അങ്ങനെ ഒരു തലത്തിൽ എത്തിയത് തന്നെ അറിവ് കൊണ്ടാണ്, ഒരു ജ്ഞാനി ആയതുകൊണ്ടാണ് ആ ഒരു സന്യാസ രംഗത്തേക്ക് അദ്ദേഹം വന്നത് തന്നെ. അതിലും ഇത്രയും പ്രായവും പക്വവും ആയിട്ടുള്ള ഒരാൾക്ക് ആരുടെയും ഉപദേശങ്ങളുടെ ആവശ്യമില്ല. ഇത് കൊച്ചു കുട്ടികളൊക്കെ വലിയ മഹാത്മാക്കൾ എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനൊക്കെ അർത്ഥം? ചിന്തിക്കുക. അപ്പൊ മേലിൽ നമ്മളാരും ഇതുപോലെയുള്ള അവിവേകങ്ങൾ, മൂഢത്തരങ്ങൾ നമ്മുടെ അഹങ്കാരം കൊണ്ട് പറഞ്ഞു പോകാതിരിക്കട്ടെ. മഹാത്മാക്കൾ എങ്ങനെ വേണമെങ്കിൽ നടന്നോട്ടെ. അവർക്ക് നടക്കുന്നതിന് അവരുടേതായിട്ടുള്ള ഉദ്ദേശ്യങ്ങളുണ്ട്. ചിന്മയാനന്ദ സ്വാമി അങ്ങനെ നടന്നതിന് അദ്ദേഹത്തിന് പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പലരും ചോദിച്ചപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്.
ഇംഗ്ലീഷിൽ പറഞ്ഞാലേ നിങ്ങളൊക്കെ വരുള്ളൂ. ഞാൻ മലയാളത്തിലാണ് ഗീതാ പ്രഭാഷണം ചെയ്തിരുന്നെങ്കിൽ ഒരു എന്താ പറയുക, ഞാനും ഉണ്ടാവും മൈക്കും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മൈക്ക് ഓപ്പറേറ്റർ ഞാനും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇംഗ്ലീഷിൽ പറഞ്ഞതുകൊണ്ട് ഇത്രയും പേര് വന്നു. ചില ജാടകളൊക്കെ കാണിച്ചതുകൊണ്ട് നിങ്ങളൊക്കെ ആകൃഷ്ടരായി വന്നു. അങ്ങനെ എത്രയോ പേരെ ആ സന്മാർഗത്തിലേക്ക് നയിക്കാനായി, ആ ഹൈന്ദവ ധർമ്മത്തെ അങ്ങനെ നിലനിർത്താനായിക്കൊണ്ട് ഇതുപോലെ മഹാത്മാക്കൾ പലരും പല വേഷവും കെട്ടും. അത് പറഞ്ഞ് എല്ലാവരും ആ വേഷം കെട്ടണമെന്ന് നിർബന്ധവുമില്ല. ഓരോരുത്തർക്കും വിവരം ഉണ്ട്, ഓരോരുത്തരും സ്വതന്ത്രരാണ്. അവരവർക്ക് ഇഷ്ടമുള്ള വേഷം കെട്ടട്ടെ. അവർ കുറി തൊടട്ടെ, കുറി തൊടാതിരിക്കട്ടെ, രുദ്രാക്ഷമാല ഇടട്ടെ, ഇടാതിരിക്കട്ടെ, കാവി ഉടുക്കട്ടെ, വെള്ളം ഉടുക്കട്ടെ. അറിവുള്ളവർക്ക് എന്തും ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അറിവില്ലാത്തവർക്കുള്ളതാണ് നിയമങ്ങളെല്ലാം. അജ്ഞാനികളും മൂഢന്മാരും പ്രാകൃതരും ആയിരിക്കുന്ന ശിശുക്കൾക്കുള്ളതാണ് എല്ലാ നിയമങ്ങളും. അത് നമ്മൾ പാലിക്കുക. നമ്മൾ നിയമങ്ങൾ പാലിക്കുക. മറ്റുള്ളവരെ പാലിപ്പിക്കാൻ നമ്മൾ നടക്കണ്ട. നമ്മളെക്കാൾ മുതിർന്നവരെന്ത് ചെയ്യണമെന്ന് നമ്മൾ നിർദ്ദേശിക്കേണ്ട കാര്യമില്ല. ഇവിടെ പറഞ്ഞു വന്നത് ഒരു യോഗിയുടെ അവസ്ഥ. രഥ്യാ ചർപ്പട വിരചിത കന്ദഹ. തെരുവിൽ കിടക്കുന്ന കീറത്തുണികൾ കൂട്ടിക്കെട്ടി വസ്ത്രം ധരിക്കുന്നു. ആരെയും ഒന്നും ബോധ്യപ്പെടുത്താനില്ല. തൻ്റെ എന്താ പറയുക, മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊവൊക്കേഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി തൻ്റെ ഗുഹ്യ പ്രദേശങ്ങളെല്ലാം മറച്ചു വെച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ ചൂടും തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടും വസ്ത്രം ധരിക്കുന്നു. വസ്ത്രം എന്ന് പറഞ്ഞതിന്റെ ആവശ്യം തന്നെ അതാണ്. വസനാത് ത്രായതേ ഇതി വസ്ത്ര. ആച്ഛാദനം ചെയ്ത് നമ്മളെ രക്ഷിക്കുന്നതാണ് വസ്ത്രം. ചൂടിൽ നിന്നും ആച്ഛാദനം ചെയ്ത് രക്ഷ നേടാം, തണുപ്പിൽ നിന്നും ആച്ഛാദനം ചെയ്ത് രക്ഷ നേടാം, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്നും ആച്ഛാദനം ചെയ്ത് രക്ഷ നേടാം. 3 രീതിയിലാണ് നമുക്ക് മറച്ച് നമ്മളെ ശരീരത്തെ രക്ഷിക്കേണ്ടത്. ആ രക്ഷയ്ക്കുള്ളതാണ് വസ്ത്രം. ഇന്ന് പലരും ധരിക്കുന്ന വസ്ത്രം വസ്ത്രമേ അല്ല. കാരണം രക്ഷയ്ക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് അത് അവരെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങളാണ് പലതും. ചില വസ്ത്രങ്ങൾ ചില കുട്ടികൾ ഇട്ടിരിക്കുന്ന കണ്ടാൽ പ്രൊവൊക്കേഷൻ ഉണ്ടാവും, അങ്ങോട്ട് പീഡിപ്പിക്കാൻ തോന്നും ആർക്കും. അപ്പൊ അത് വസ്ത്രമാണോ? അതുപോലെ തുറക്കേണ്ട ഇടങ്ങളൊക്കെ അടച്ചും അടക്കേണ്ട ഇടങ്ങളൊക്കെ തുറന്നും കൊണ്ടുള്ളതായിട്ടുള്ള വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ നല്ല വേനൽക്കാലത്ത് ചുട്ടുപഴുക്കുന്ന രീതിയിലുള്ളതായിട്ടുള്ള വസ്ത്രധാരണം, ഇതൊക്കെ വിപരീത വസ്ത്രങ്ങളാണ്. ഇത് തിരിച്ചറിയുക. എന്തിനാണ് വസ്ത്രം? വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ചൂടിൽ നിന്നോ കാറ്റിൽ നിന്നോ തണുപ്പിൽ നിന്നോ രക്ഷിക്കാൻ, അതുപോലെ മാനഹാനിയിൽ നിന്ന് മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ. ഇതാണ് വസ്ത്രത്തിന്റെ ആകെയുള്ള പർപ്പസ്. അതറിഞ്ഞ് വസ്ത്രം ധരിക്കുക. അത് അറിഞ്ഞ് ധരിക്കുന്നവരാണ് മഹാത്മാക്കൾ. നിങ്ങളുടെ ഫാൻസിക്ക് അനുസരിച്ച് ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. പുണ്യ വിവർജിത പന്ഥ. അവർക്ക് പുണ്യവും അപുണ്യവും ബാധകമേ അല്ല എന്ന് പറയാം. വിവർജിത പന്ഥ. പന്ഥ എന്ന് പറഞ്ഞാൽ വഴി, പന്ഥാവ് വഴി. കന്ധാ വസ്ത്രം പന്ഥാ വഴി. ഇതിനോട് ചേർന്നവൻ എന്ന പുല്ലിംഗത്തിലാക്കുകയാണ് ഇവിടെ. രത്യാകർപ്പട വിരചിത കന്ധഃ യഹ. ഏതൊരുവനാണോ രത്യാകർപ്പട വിരചിത കന്ധനായിരിക്കുന്നത്, ഏതൊരുവനാണോ പുണ്യാപുണ്യ വിവർജിത പന്ഥ ആയിരിക്കുന്നത്. ഇവിടെ പന്തഹ എന്ന് പറഞ്ഞപ്പോഴും പന്താവിനെ പന്താനവ് പന്താനഹ എന്നുള്ള നകാരാന്ത ശബ്ദത്തെയുടെ പന്തഹ എന്ന അകാരാന്ത ശബ്ദമായി പുല്ലിംഗമാക്കി മാറ്റിയപ്പോ ഈ ഒരു വ്യക്തിയുടെ വിശേഷണമായി മാറി, യോഗിയുടെ വിശേഷണമായി മാറി പന്തഹ. അപ്പൊ പുണ്യവും അപുണ്യവും എന്ന് പറഞ്ഞാൽ, അപുണ്യം എന്ന് പറഞ്ഞാൽ പാപം. അപ്പൊ പുണ്യപാപങ്ങൾ വർജിച്ചതായിട്ടുള്ള മാർഗമാണ് അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞാലോ, അദ്ദേഹം പ്രവർത്തിക്കുന്നത്, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ നിങ്ങൾ വിലയിരുത്താൻ പോകണ്ട. അറിവില്ലാത്ത ആളുകൾക്ക് അദ്ദേഹം എന്ത് തലത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് വിലയിരുത്താനാവില്ല. നമ്മളിപ്പോ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ഒക്കെ ഇവിടെയുള്ള മൂഢന്മാര് വിലയിരുത്താറില്ലേ? അവർ ചെയ്തതിന്റെ തത്വമറിയാതെ, അതിന്റെ ധർമ്മം അറിയാതെ അവരെന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചു. രാമോ വിഗ്രഹവാൻ ധർമ്മഃ എന്ന് പറയുന്ന രാമൻ, ഏതൊരു രാമനെ കുറിച്ച് പറയാനാണോ വാൽമീകി രാമായണം രചിച്ചത്, ആ രാമന്റെ ഗുണഗണങ്ങൾ എണ്ണി 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 പറഞ്ഞ വാൽമീകിയാണ് രാമൻ ചെയ്ത എല്ലാ പ്രവൃത്തികളെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്.
അപ്പോ ആ ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ മാത്രമായിട്ട് എടുത്തിട്ട് നമ്മുടെ ദൃഷ്ടി കൊണ്ട് വ്യാഖ്യാനിക്കാതെ വാത്മീകിയുടെ ദൃഷ്ടിയിലൂടെ വേണം ആ പ്രവൃത്തിയെ കാണാൻ. പൂർണ്ണനായ രാമനെ ആണ് വാത്മീകി അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിൽ രാമന് കുറവുകളുണ്ടെങ്കിൽ അത് വാത്മീകിക്ക് അവതരിപ്പിക്കാൻ അദ്ദേഹം പൂർണ്ണൻ എന്ന് രാമനെ പറയില്ല. അപ്പോ അങ്ങനെ അപൂർണതകൾ രാമനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, രാമൻ ചെയ്തത് തെറ്റായിരുന്നുവെങ്കിൽ, അധർമ്മമായിരുന്നുവെങ്കിൽ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന പ്രയോഗം രാമായണത്തിൽ ഉണ്ടാവുമായിരുന്നില്ല. രാമനെ ഇത്രയ്ക്കും വർണ്ണിക്കുകയുമായി ആവശ്യവുമില്ല. ഇപ്പൊ രാമൻ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെ പെർസോണിഫിക്കേഷനാണ്, മാനിഫെസ്റ്റേഷനാണ്. രാമൻ പ്രവർത്തിച്ചിട്ടുള്ള ഓരോ പ്രവൃത്തിയും ധർമ്മത്തിന്റെ തലനാരിഴ കീറി പരിശോധിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് അറിയണമെങ്കിൽ രാമനോളം വളരണം. രാമൻ വസിഷ്ഠനോളം വളർന്നിട്ടാണ് ഈ അറിവ് ലഭിച്ചത്. വസിഷ്ഠനും വിശ്വാമിത്രനുമാണ് രാമന്റെ ഗുരുക്കന്മാർ. യോഗവാസിഷ്ഠം എന്നുള്ള ആ വലിയ രാമായണം 32,000 ശ്ലോകങ്ങൾ, അതിൽ മുഴുവൻ വസിഷ്ഠ മഹർഷി രാമന് കൊടുത്തിട്ടുള്ള ജ്ഞാനോപദേശങ്ങളാണ്. ആ ജ്ഞാനം മുഴുവൻ ഉൾക്കൊണ്ടിട്ടുള്ള രാമനാണ് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രാമനെ ആരും ധർമ്മം പഠിപ്പിക്കേണ്ട കാര്യമില്ല. രാമൻ അധർമ്മം ചെയ്യണമെങ്കിൽ രാമൻ ഏതെങ്കിലും തരം സ്വാർത്ഥത ഉണ്ടാവണമായിരുന്നു. ആ സ്വാർത്ഥത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത എന്ത് നഷ്ടം വന്നാലും ധർമ്മമേ അനുഷ്ഠിക്കൂ എന്നുള്ള വ്രതത്തോടു കൂടി ആളായിരുന്നു രാമൻ. എത്ര നഷ്ടം വന്നാലും സഹിക്കാൻ രാമൻ തയ്യാറായിരുന്നു. തന്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു, അച്ഛനെ നഷ്ടപ്പെട്ടു, സിംഹാസനം നഷ്ടപ്പെട്ടു, പലരും ഓഫർ ചെയ്ത പലതും വേണ്ടാന്ന് വെച്ചു. ഗുഹൻ വനവാസകാലത്ത് ഗുഹൻ ഓഫർ ചെയ്തു, ഇവിടെ നിഷാദ രാജ്യത്ത് ഇവിടെ താമസിച്ചോളൂ. വേണ്ട, എനിക്ക് അച്ഛൻ നിശ്ചയിച്ചിട്ടുള്ളത് വനവാസമാണ്, ഞാൻ അവിടേക്ക് പോകുന്നു, ഞാൻ നഗരങ്ങളിലോ ഗ്രാമങ്ങളിലോ പാർക്കുകയില്ല. ബാലിവധത്തിന് ശേഷം കിഷ്കിന്ധ വേണമെങ്കിൽ രാമന് സ്വന്തമാക്കാമായിരുന്നു. സുഗ്രീവൻ ഓഫർ ചെയ്തു, രാമന് വേണ്ടിയിരുന്നില്ല. ലങ്കയെ കീഴടക്കിയതിനു ശേഷം വിഭീഷണൻ ഓഫർ ചെയ്തു ലങ്ക, സ്വർണമയീ ലങ്ക. അപ്പൊ രാമൻ പറഞ്ഞു, അപ്പി സ്വർണമയീ ലങ്ക നമേ രോചതേ ലക്ഷ്മണ ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപിഗരീയസി. അപ്പൊ എന്തെങ്കിലും ആവശ്യം, ഏതെങ്കിലും കാര്യത്തിൽ രാമൻ അല്പമെങ്കിലും ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ രാമൻ ഇങ്ങനെയൊക്കെ ത്യാഗത്തിന് മത്സരിക്കുമായിരുന്നു. എവിടെയൊക്കെയാണ് രാമൻ ത്യാഗത്തിന് വേണ്ടി മത്സരിച്ചിട്ടുള്ളത് നോക്കുക. പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി ഭാര്യയെ വരെ ത്യജിക്കാൻ, പ്രിയതമയായ ഭാര്യയെ, ഏതൊരു പ്രിയതമയായ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണോ കടലിന് നടുവേ പാലം കെട്ടി രാക്ഷസന്മാരുടെ മടയിലേക്ക് ചെന്ന് രാവണൻ എന്ന ലോകകണ്ടകനെ യുദ്ധത്തിൽ നിഗ്രഹിച്ചത്? ആ ഭാര്യയോടുള്ളതായിട്ടുള്ള പ്രേമം എത്രയാണെന്ന് ആ രാമന്റെ വിലാപങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ സീതയെ നഷ്ടപ്പെട്ടതിന് ശേഷം രാമന്റെ വിലാപങ്ങൾ വാത്മീകി രാമായണത്തിൽ എത്ര 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 വർണ്ണിച്ചിട്ടുണ്ട് നോക്കൂ. സീതയെ കുറിച്ചിട്ടുള്ള വിരഹ ദുഃഖം, സീതയോടുള്ള പ്രേമം, സീതയുടെ സ്മരണകൾ രാമൻ അയവറക്കുന്നത്, ഓരോ സന്ദർഭത്തിലും ലക്ഷ്മണനോട് വിലപിക്കുന്നത്, സുഗ്രീവനോട് വിലപിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ രാമന് സീതയോട് പ്രേമം ഉണ്ടായിരുന്നില്ലേ? സീതയിൽ അവിശ്വാസം ഉണ്ടായിരുന്നുവോ രാമന്? അതൊക്കെ ചിന്തിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും രാമനെ പോലെ സീതയിൽ വിശ്വാസം വേറെ ലോകത്തിൽ ആർക്കും ഇല്ല. ലോകത്തിന് വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് രാമൻ അവിടെ തന്നെ സീതയെ അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ചത്. സീതയുടെ പരിശുദ്ധി തെളിയിക്കാൻ, ലോകത്തിന് മുമ്പ് തെളിയിക്കാൻ, അല്ലാതെ തനിക്ക് വേണ്ടിയിട്ടല്ല. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ലോകം വായടയ്ക്കുന്നില്ല, അല്ലേ? അന്ന് കൊറോണ വന്നിരുന്നെങ്കിൽ എല്ലാവരുടെയും വായിൽ മാസ്ക് കെട്ടാമായിരുന്നു. ഓരോരുത്തരും തുറക്കാൻ തുടങ്ങി. കാരണം അവർ ആ അഗ്നിപ്രവേശം കണ്ടിട്ടില്ല. അയോധ്യ നഗരത്തിലുണ്ടായിരുന്ന ആ അലക്കുകാരന് നേരിട്ട് അനുഭവം ഉണ്ടായില്ല, കേട്ടറിവേ ഉള്ളൂ. അത് കേട്ടിട്ടും ഉണ്ടാവില്ല വേണ്ട രീതിയിൽ. അതുകൊണ്ട് വിശ്വസിച്ചിട്ടില്ല സീതയുടെ പരിശുദ്ധിയില്. അതുകൊണ്ട് അവർ കിംവദന്തി പറഞ്ഞു, ഒരു തമാശയായിട്ട് പറഞ്ഞതാണ്.
പക്ഷെ അതിനെ പോലും പ്രജകളുടെ ഉള്ളില് സംസാര വിഷയമായി കഴിഞ്ഞപ്പോൾ പ്രജകൾ വഴിതെറ്റരുത്, യഥാ രാജാ തഥാ പ്രജ. അതുകൊണ്ട് രാജാവ് ധർമ്മം പാലിക്കണം, മാതൃക കാണിക്കണം. രാജധർമ്മമാണ് ഇവിടെ രാജാവായിരിക്കുന്ന രാമൻ അനുഷ്ഠിക്കേണ്ടത്, ഭർത്തൃധർമ്മമല്ല എന്ന് കാണിച്ചുകൊണ്ട് ആ തലനാരിഴകേറി ധർമ്മത്തിന്റെ പക്ഷത്ത് മാത്രം നിന്ന രാമന്റെ ജീവിതമാണ് രാമായണം. രാമന്റെ മാർഗമാണ് രാമായണം. രാമന്റെ വഴിയാണ് രാമായണം. ധർമ്മത്തിന്റെ വഴിയാണ് രാമായണം. ധർമ്മം മാത്രമേ രാമൻ ചെയ്തു. ആ രാമനെ ഇന്നും കുറ്റപ്പെടുത്തുന്ന മൂഢജനങ്ങളില്ലേ? ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ഭാഗവതം ഘോഷിക്കുന്നു. ഭഗവാനാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ സർവജ്ഞനാണ്. സർവജ്ഞനായിട്ടുള്ള ഭഗവാന്, പരിപൂർണ വിരാഗിയായിട്ടുള്ള വൈരാഗ്യമൂർത്തിയായിട്ടുള്ള ഭഗവാന് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ? ഏതെങ്കിലും പക്ഷത്ത് ചേരേണ്ടതുണ്ടോ? ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ആ ഭഗവാൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത മൂഢന്മാരാണ് ഭഗവാൻ കൃഷ്ണനെ വിമർശിക്കുന്നത്. ഭഗവാൻ ചെയ്ത പ്രവൃത്തികളൊന്നും മനസ്സിലാവാതെ മൂഢന്മാരെ വിമർശിക്കുന്നത്. ഭഗവാനെ ഈ ഭൂമിയിൽ നിന്ന് ഒന്നും നേടാനില്ല, ഒന്നും നഷ്ടപ്പെടാനുമില്ല. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടൊരു കർത്തവ്യവുമില്ല. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന അനവാപ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. ഭഗവാൻ പ്രഖ്യാപിക്കുന്നു അർജുനനോട്, എനിക്ക് 3 ലോകങ്ങളിലും ഒരു കർത്തവ്യവുമില്ല, ഒന്നും പ്രാപിക്കാനുമില്ല, ഒന്നും പ്രാപിക്കാത്തതായിട്ടുമില്ല, ഒന്നും നേടാനും നഷ്ടപ്പെടാനുമില്ല. എന്നാലും ഞാൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, കാരണം ലോകത്തിന് മാതൃകയായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ധർമ്മമൂർത്തിയായ കൃഷ്ണനെ, കൃഷ്ണൻ ധർമ്മമൂർത്തിയാണ്, രാമനെ പോലെ തന്നെ. അവിടെ കൃഷ്ണന്റെ കാലമാവുമ്പോഴേക്കും ധർമ്മത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റമുണ്ട്. ത്രേതായുഗത്തിൽ നിന്ന് ദ്വാപരയുഗത്തിലേക്ക് വന്നപ്പോഴേക്കും സമൂഹം മാറി, ലോകം മാറി. ജനങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ വർദ്ധിച്ചു. അപ്പൊ അതിനെ നേരിടണമെങ്കിൽ അതിനനുസരിച്ച രീതിയിൽ വേണം തിരിച്ച് നേരിടാൻ. ഇപ്പൊ രാമൻ എങ്ങനെയാണോ രാമൻ ധർമ്മമൂർത്തിയായിരിക്കുന്നത്, കൃഷ്ണനും ധർമ്മമൂർത്തി മാത്രമാണ്. അല്പം പോലും കൃഷ്ണനിൽ അധർമ്മത്തിന്റെ ലേശം പോലും ഇല്ല. അത് കാണുന്നവർ അറിവില്ലാത്ത മൂഢന്മാരാണ്, ഭഗവാനെ അറിയാത്തവരാണ്, ഭഗവത് തത്വം അറിയാത്തവരാണ്, ധർമ്മതത്വം അറിയാത്തവരാണ്. അപ്പൊ വിമർശിക്കുന്നുണ്ട് ജനങ്ങള്. അപ്പോ അവരെ സംബന്ധിച്ച് സർവജ്ഞന്മാരാണ്. അവർക്ക് എല്ലാറ്റിനെ കുറിച്ചും വിഷൻ ഉണ്ട്. അവരുടെ വിഷന് യാതൊരു തരത്തിലുള്ള മങ്ങലുമില്ല. പ്രപഞ്ചത്തിന്റെ മൊത്തം ഘടനയെക്കുറിച്ച്, അതിൽ തങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ച്, തങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ച് കരതലാമലകം പോലെ സ്പഷ്ടമാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വാർത്ഥതയില്ലാത്തത് കൊണ്ട് അവർക്ക് വഴിതെറ്റേണ്ട ആവശ്യവും ഇല്ല, കുറുക്കു വഴികളൊന്നും അവർക്ക് തേടേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ അവർ ചെയ്തത് എല്ലാം ധർമ്മമാണ്. അതുപോലെയാണ് സർവജ്ഞന്മാരായിട്ടുള്ള ജ്ഞാനികൾ. അവർ ചെയ്യുന്ന പല പ്രവൃത്തിയും നമുക്ക് അപുണ്യമാണ് അല്ലെങ്കിൽ പാപമാണ് എന്ന് ചിലപ്പോൾ തോന്നി എന്ന് വരും. തെറ്റ് ചെയ്യുന്ന കുട്ടികളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന അച്ഛനമ്മമാർ ചെയ്യുന്നത് പാപമാണോ പുണ്യമാണോ ചിന്തിക്കുക. കുട്ടികളെ നേരായ വഴിക്ക് നയിക്കുക എന്നുള്ള ഉദ്ദേശ്യശുദ്ധി അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണോ സാമദാന ഭേദ ദണ്ഡങ്ങൾ, 4 ഉപായങ്ങളാണ് കുട്ടിയെ ധർമ്മത്തിൽ പ്രവർത്തിപ്പിക്കാനുള്ളത്. അതിൽ സാമം ഫലിച്ചില്ലെങ്കിൽ ദാനം, ദാനം ഫലിച്ചില്ലെങ്കിൽ ഭേദം, ഭേദം ഫലിച്ചില്ലെങ്കിൽ ദണ്ഡം. ഈ ക്രമത്തില് അച്ഛനമ്മമാര് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ നീതി നടപ്പിലാക്കുന്ന രാജാവ് പ്രജകളുടെ നേരെ ഈ പറഞ്ഞ ക്രമത്തിൽ സാമദാന ഭേദ ദണ്ഡങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ രാജാവ് ഒരാളെ തൂക്കിക്കൊന്നു എന്നുള്ളത് കൊണ്ട് രാജാവിന് പാപം വന്നു ചേരുമോ? ചിന്തിക്കുക. കോടതിയിൽ ഇന്നും ജസ്റ്റിസുമാര്, ജഡ്ജിമാര് കുറ്റവാളികളെ, വലിയ ഘോരകൃത്യങ്ങൾ ചെയ്തവരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നുണ്ട്. ആ വധശിക്ഷയ്ക്ക് വിധിച്ചതിന്റെ കൊലക്കുറ്റം ഈ ജഡ്ജിക്ക് വരുമോ? നിങ്ങൾ ചിന്തിക്കുക. ഡോക്ടർമാര് പലരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ശരീരത്തിലെ അവയവങ്ങൾ മുറിച്ചു കളയാറുണ്ട്.
അതിനവർക്ക് നരകത്തിൽ പോകേണ്ടി വരുമോ, അതൊരു പാപമാണോ ഹിംസയാണോ ചിന്തിക്കുക. അപ്പോ ഈ പാപം പുണ്യം എന്നൊക്കെ ഉള്ളത് എന്തിനു വേണ്ടി, എന്താണ് ലക്ഷ്യം, ആ ആറ്റിറ്റ്യൂഡാണ് നിർണയിക്കുന്നത്. വലിയൊരു കാര്യം സാധിക്കാൻ വേണ്ടി ചിലപ്പോൾ ചെറിയൊരു കാര്യത്തെ ഉപേക്ഷിക്കേണ്ടി വരും. അതറിയുന്നവരാണ് മഹാത്മാക്കൾ, ജ്ഞാനികൾ. അവരുടെ വിഷൻ അല്പന്മാരായിട്ടുള്ള നമുക്കില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വിമർശിക്കാൻ നമ്മൾക്ക് അധികാരമില്ല. അതുകൊണ്ട് പുണ്യ വിവർജിത പന്ഥ, അവർക്ക് പുണ്യവും പാപവുമില്ല. കാരണം അവർക്കറിയാം ഞാൻ ആത്മസ്വരൂപനാണ്, ബ്രഹ്മസ്വരൂപനാണ്. ഈ ബ്രഹ്മസ്വരൂപത്തിൽ എന്ത് പുണ്യം, എന്ത് പാപം. പുണ്യവും പാപവും പറ്റുന്നൊരു സാധനമല്ല ഇത് നിത്യശുദ്ധമായിട്ടുള്ള വസ്തുവാണ്. നിത്യശുദ്ധമായിട്ടുള്ള ആത്മവസ്തുവിന് പുണ്യപാപങ്ങളില്ല. പുണ്യപാപങ്ങൾ അഹങ്കാരത്തിനാണ്, ജീവഭാവത്തിനാണ്. അജ്ഞാനമുള്ളപ്പോഴേ ആ അഹങ്കാരവും ജീവഭാവവും ഉള്ളൂ. അജ്ഞാനത്തെ ത്യജിച്ച്, അജ്ഞാനത്തെ ജയിച്ച് പരിപൂർണ ജ്ഞാനികളായി തീർന്നിട്ടുള്ള മഹാത്മാക്കൾ, അവർക്ക് എന്ത് പുണ്യം, എന്ത് പാപം. ആത്മസ്വരൂപികളാണ് അവര്. അവരുടെ പ്രവൃത്തികളെ വിലയിരുത്താൻ അല്പന്മാരായിട്ടുള്ള ആളുകൾക്ക് ഒരു അധികാരവുമില്ല, സാമർഥ്യവുമില്ല. പുണ്യ വിവർജിത പന്ഥ. അപ്പൊ മഹാത്മാക്കൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് ധർമ്മം തന്നെയാണ്, അത് പുണ്യം തന്നെയാണ്. അവർക്ക് ആ പുണ്യത്തിന്റെ ബലവും വേണ്ട, അവർ പാപം ചെയ്ത ഫലം അവർ അനുഭവിക്കാനും പോകുന്നില്ല. പുണ്യപാപങ്ങളെ അവർ ഡിസോൺ ചെയ്തു കഴിഞ്ഞു. എനിക്ക് പുണ്യവുമില്ല, പാപവുമില്ല. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചൈതന്യസ്വരൂപനായ അനന്തസ്വരൂപനായ ശിവനാകുന്നു ഞാൻ. പുണ്യപാപങ്ങൾ എന്നെ സ്പർശിക്കുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യം ജ്ഞാനികൾക്കുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, പുണ്യമോ പാപമോ, അതൊന്നും അവർ ചിലപ്പോ അവരുടെ ചില മഹാത്മാക്കള് രാവിലെ എഴുന്നേറ്റ് നേരത്തെ കുളിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഈശ്വര പൂജാദികളൊക്കെ ചെയ്തുകൊണ്ട് സാധാരണ ജനങ്ങൾ ജീവിക്കുന്നത് പോലെ ജീവിതം നയിക്കുന്നുണ്ടാവാം. ഒരു തപസ്വിയെ പോലെ, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ തപസ്വിയെ പോലെ ജീവിക്കുന്നുണ്ടാവാം. മറ്റൊരു ജ്ഞാനി രാവിലെ എഴുന്നേൽക്കലോ കുളിക്കലോ ഒന്നും ഉണ്ടാവില്ല. ദേഹത്തിന് യാതൊരു ശ്രദ്ധയും കൊടുക്കുന്നുണ്ടാവില്ല. ഭക്ഷണം എന്ത് കിട്ടിയാലും കഴിക്കും, കഴിക്കാതിരിക്കും. അങ്ങനെയുള്ളവരെയാണ് അവധൂതൻ എന്ന് പറയുന്നത്. അവധൂതൻ എന്ന വാക്കിന്റെ അർത്ഥം ദൂനനം ചെയ്യുന്ന പ്രവൃത്തിയെ അവഗണിച്ചവൻ എന്നാണ്. ശരീരത്തെ വൃത്തിയാക്കുന്നതാണ് ദൂനനം ചെയ്യുക. ആ ദൂനനം ചെയ്യുന്ന പ്രക്രിയകളെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞാലോ, ശരീരം വൃത്തിയാക്കുക, വസ്ത്രം വൃത്തിയാക്കുക, ഇങ്ങനെയുള്ള സമൂഹത്തിൽ വേണ്ടതായിട്ടുള്ള വേഷം കെട്ടലുകളൊന്നും ചെയ്യാതിരിക്കുന്നവർ, അവരെയാണ് അവധൂതർ എന്ന് പറയുന്നത്. അവർക്ക് സമൂഹത്തിൽ നിന്നൊന്നും ലാഭം നേടാനില്ല. അവരെല്ലാം ഈശ്വരമയമായി ആത്മസ്വരൂപമായി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. മറ്റുള്ളവർ അവരെ ഉപദ്രവിച്ചാലും അഥവാ അവരുടെ ദേഹത്തെയാണ് ഉപദ്രവിക്കുന്നത്, അവരെ സ്പർശിക്കുന്നില്ല. ദേഹ ഉപദ്രവം മറ്റുള്ളവർ ചെയ്യും. ചിലപ്പോൾ ചിലർ കല്ലെടുത്ത് എറിഞ്ഞു എന്ന് വരും, ചിലർ പിന്നാലെ കൂടി പരിഹസിച്ചു എന്ന് വരും. നമ്മുടെ ഭാഗവതത്തിലെ സുഖബ്രഹ്മർഷി പരീക്ഷത്തിന്റെ ആ ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്തിരിക്കുന്ന ആ സഭയിലേക്ക് വരുന്നതായിട്ടുള്ള സന്ദർഭത്തില് 16 വയസ്സ് യുവകോമളനായിട്ടുള്ള പരീക്ഷിത്ത് രാജാവ് കയറി വരുമ്പോൾ പുറകിൽ കുറെ ബാലന്മാരും കുറെ സ്ത്രീകളും ഒക്കെ പരിഹസിച്ചുകൊണ്ടോ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാ. അദ്ദേഹം ഇവിടെ വരുന്നത് കണ്ടപ്പോ ബാക്കി ഋഷീശ്വരന്മാരും പരീക്ഷിത്ത് രാജാവും ഇദ്ദേഹത്തിന്റെ തേജസ് കണ്ട് തിരിച്ചറിഞ്ഞ ഒരു മഹാത്മാവാണെന്ന് കണ്ട് എതിരേറ്റ് ചെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് നമസ്കരിച്ച് അദ്ദേഹത്തെ കാല് കഴുകി ആസനസ്ഥനാക്കി ഇരുത്തി ബഹുമാനിച്ചതായിട്ടുള്ള സന്ദർഭത്തിൽ ഈ കൂടെ വന്ന കുട്ടികളും ഈ സ്ത്രീകളും കണ്ടിട്ട് അവർക്ക് ഭയമായി. തങ്ങൾ എന്തോ അതിക്രമം ചെയ്തു എന്നുള്ള ഭയത്തോടുകൂടി അവരെല്ലാം ഓടിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ മഹാത്മാക്കൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഭാഗവതത്തിലെ ജഡഭരത ചരിത്രവും ഋഷഭ ചരിത്രവും ഒക്കെ അങ്ങനെയുള്ള ചരിത്രങ്ങളെ കാണിച്ചു തരികയാണ്. മഹാത്മാക്കൾ അങ്ങനെയാണ്. അവർ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല.
പക്ഷെ പലരും അങ്ങനെയല്ല. നമ്മൾ പരനെ നോക്കിയിരിപ്പാണ് പരദൂഷണം കണ്ടുപിടിക്കാൻ. ക്ഷീരമുള്ളോരകിട്ടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെ മഹാത്മാക്കളുടെ മഹത്വം മുഴുവൻ തമസ്കരിച്ച് അവരിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് പർവ്വതീകരിച്ച് വിമർശിക്കും. ഇതാണ് നമ്മുടെയൊക്കെ സ്വഭാവം. പരദൂഷണം നമ്മുടെ ശീലമാണ്. ഇവിടെ ഇവർക്ക് അതൊന്നും പ്രശ്നമല്ല. രഥ്യാകർപ്പട വിരചിത കന്ദ പുണ്യ വിവർജിത പന്ത യോഗി യോഗ നിയോജിത ചിത്ത രമതേ ബാലോന്മത്തവദേവ. ആ യോഗനിയോജിത ചിത്ത യോഗി, യോഗത്തിൽ നിയോജിക്കുക എന്ന് പറഞ്ഞാൽ നിതരാം യോജിക്കുക, നന്നായി ഉറപ്പിക്കുക എന്നർത്ഥം. അപ്പൊ യോഗനിഷ്ഠയിൽ ഉറപ്പിച്ചിരിക്കുന്ന ചിത്തത്തോടു കൂടിയവൻ എന്ന് പറഞ്ഞാലോ ചിത്തം സ്ഥിരമായി എന്നർത്ഥം. ചിത്തം ചലിക്കാതെയായി, ചിത്തത്തിൽ യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യവുമില്ല. നമ്മുടെയൊക്കെ ചിത്തം കുരങ്ങന്മാരെ പോലെ ചാടിക്കൊണ്ടേയിരിക്കണം. അവരുടെ ചിത്തം സ്ഥിരമായി ഭവിച്ചു. അതിനാണ് സമാധി എന്ന് പറയുന്നത്. ചിത്തവൃത്തി നിരോധ യോഗ. ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തികളില്ല അവർക്ക്. വൃത്തികൾ എന്ന് പറഞ്ഞാല് ചിന്തകൾ, ഓരോ ചിന്തകൾ മാറി 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 വരുന്നതിനാണ് വൃത്തികൾ എന്ന് പറയുന്നത്. എന്ത് കണ്ടാലും ഉടനെ അതിനെക്കുറിച്ച് അന്വേഷണമായി, നമ്മുടെക്കുള്ളിൽ ജിജ്ഞാസയെ അതെന്താ, അത് ആരാ, അത് അന്വേഷിക്കുകയായി നമ്മളൊക്കെ. അതറിയാതെ നമ്മുടെ ചിത്തം അടങ്ങില്ല. ജിജ്ഞാസ, കൗതുകം, അല്ലെ, ഇങ്ങനെ ഓരോന്നിന്റെ നേർക്കും ക്യൂരിയോസിറ്റിയോടുകൂടെ നമ്മൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചിത്തത്തിന് ഒരു ശമനവുമില്ല. എന്നാൽ ഈ മഹാത്മാക്കൾക്ക് ഈ ലോകത്തിൽ എന്ത് കണ്ടാലും ഒന്നും അറിയേണ്ട കാര്യമില്ല. കാരണം എല്ലാം ബ്രഹ്മമാണ് എന്ന് അവർക്ക് ഉറപ്പുണ്ട്. ഇനി അതിൻ്റെ ഇപ്പൊ വേഷം കെട്ടലിനെ കുറിച്ച് എന്താ അറിയാനുള്ളത്? ബ്രഹ്മം സ്വയം ഈ രൂപത്തിൽ പ്രകടമായിരിക്കുന്നു. ഓരോരോ രൂപത്തിലിരിക്കുന്നതും ബ്രഹ്മം തന്നെയാണ്. സർവം ഖൽവിതം ബ്രഹ്മ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിനെ കുറിച്ചും അറിയാനുള്ളതായിട്ടുള്ള ക്യൂരിയോസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ചിത്തവിക്ഷേപം അവർക്ക് ഉണ്ടാവുന്നില്ല. അവരുടെ മനസ്സ് എപ്പോഴും സത്വഗുണം കൊണ്ട് ശാന്തമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് അജിറ്റേഷനുകളൊന്നും, പൂർവ്വ സംസ്കാരത്തിൻ്റെതായിട്ടുള്ള അജിറ്റേഷൻ പോലും, സ്മരണകളൊന്നും അവരിൽ വരുന്നില്ല. നമുക്ക് ചിലപ്പോൾ വിഷയങ്ങളുടെ ഒന്നും സാന്നിധ്യം വേണ്ട, സ്മരണകൾ മതി നമ്മുടെ മൈൻഡ് അജിറ്റേറ്റഡ് ആവാനായിക്കൊണ്ട്. ഇവർക്ക് അങ്ങനെയുള്ള സ്മരണകളും ഇല്ല. എല്ലാറ്റിനെയും ശാന്തമാക്കി കഴിഞ്ഞു. കാരണം എന്തിനെക്കുറിച്ച് സ്മരിക്കുന്നുവോ അതൊക്കെ ബ്രഹ്മമാണ്. ചിത്തത്തിലുള്ള സർവ ഡാറ്റകളെയും അവര് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം ബ്രഹ്മമയം എന്നുള്ളൊരു രൂപം കൊടുത്തു അതിന്. ഇപ്പൊ എല്ലാം സമമായിട്ടുള്ള ഒരു ഭാവമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു വിഷമങ്ങളും ഉണ്ടാകുന്നില്ല. സമത്തിന്റെ ഓപ്പോസിറ്റാണ് വിഷമം. വിസമമാണ് വിഷമം. അപ്പൊ വിഷമം ഉണ്ടാകുന്നത് സമഭാവം നഷ്ടപ്പെടുമ്പോഴാണ്. ഇവർക്ക് മനസ്സ് എപ്പോഴും ബാലൻസ്ഡാണ്, സമഭാവമാണ്. സമത്വം യോഗ ഉച്യതേ. സമത്വമാണ് യോഗം എന്ന് പറയപ്പെടുന്നു. മനസ്സും ബുദ്ധിയും എപ്പോഴും എല്ലാറ്റിലും സമത്തെ ദർശിക്കുന്നു, വിഷമത്തെ ദർശിക്കുന്നില്ല. ലോകത്തിൽ ചുറ്റുപാടുകളിൽ വിഷമം കാണുമ്പോഴാണ് ഉള്ളിൽ വിഷമം ഉണ്ടാവുക. ഇവിടെ ഉള്ളിൽ വിഷമം ഉണ്ടാവാൻ ലോകത്തില് വിഷമമൊന്നും കാണാനില്ല. സർവം ബ്രഹ്മമയം. യോഗി യോഗ നിയോജിത ചിത്ത. യോഗത്തിൽ ഉറപ്പിച്ച ചിത്തത്തോടു കൂടിയതായിട്ടുള്ള യോഗി രമതേ. രമതേ രമിക്കുന്നു, ക്രീഡിക്കുന്നു, ആനന്ദിക്കുന്നു. എങ്ങനെ? ബാല ഉന്മത്തവത് ഏവ. ബാലവത് ഉന്മത്തവത്. ബാലവത് അഥവാ ഉന്മത്തവത്. ബാലനെ പോലെയോ ഉന്മത്തനെ പോലെയോ ഒരു യോഗി രമിക്കുന്നു. അപ്പോ ഒരു ബാലൻ എങ്ങനെയാണ് ലോകത്തിൽ ജീവിക്കുന്നത്? ബാലന്മാർക്ക് ഭൂതത്തെക്കുറിച്ചുള്ള ചിന്തയുമില്ല, ഭാവിയെക്കുറിച്ചുള്ള ചിന്തയുമില്ല. ഉണ്ടോ? ബാലന്മാര് വർത്തമാനത്തിൽ ജീവിക്കുന്ന നിഷ്കളങ്കരാണ്. അവർ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും.
നാളെ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും അവര് വറീഡല്ല, അതിനെക്കുറിച്ച് ആങ്ഷ്യസ് ഒന്നുമല്ല. ഇപ്പൊ ഭൂതഭാവികളെ കുറിച്ച് ദുഃഖമോ ആശങ്കയോ ഇല്ലാത്ത ബാലനെ പോലെ, കേവലം വർത്തമാനത്തിൽ രമിക്കുന്ന ബാലനെ പോലെ. മാത്രമല്ല, ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും അപ്പപ്പോ വികാരങ്ങൾ ഉണ്ടായാൽ അത് അപ്പൊ പ്രകടിപ്പിക്കുകയും ചെയ്യും. ആരോടെങ്കിലും ദേഷ്യം തോന്നി അപ്പ പ്രകടിപ്പിക്കും, ഇഷ്ടം തോന്നി അപ്പ പ്രകടിപ്പിക്കും. അവന് ഒരു വസ്തു ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ വായ വിട്ട് നാണമില്ലാതെ ചോദിക്കും. അപ്പൊ ഏത് വികാരവും അപ്പ പ്രകടിപ്പിക്കും, അത് അപ്പ തന്നെ വിട്ടും പോകും. ദേഷ്യം പ്രകടിപ്പിച്ചാലും ഉടനെ അടുത്ത നിമിഷം അത് മാറിപ്പോകുന്നത് കാണാം കുട്ടികൾക്ക്. അപ്പൊ അതുപോലെയുള്ള മഹാത്മാക്കളും ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെട്ടു എന്ന് വരും. ആ ദേഷ്യം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരെല്ലാവരും അത് അപ്പ മറന്നു. ഇപ്പൊ പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിച്ചു, അത് കഴിഞ്ഞ് അവിടെ തന്നെ അത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ അത് അവര് കൊണ്ടു നടക്കുന്നില്ല. ഈ വെഴുപ്പ് ചുമക്കുന്നവരെല്ലാവരും അപ്പൊ നിഷ്കളങ്കരായി ബാലന്മാരെ പോലെ പെരുമാറുന്നു. ബാലന്മാർ സ്വയം ആത്മക്രീഡ ചെയ്യാറുണ്ട്. ഒറ്റയ്ക്ക് കളിക്കുന്ന കുട്ടികളെ കാണാം നമുക്ക്. മണ്ണപ്പുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കളിപ്പാട്ടങ്ങളെ കൊണ്ടോ പാട്ടും പാടിക്കൊണ്ട് മൂളിപ്പാട്ടും പാടിക്കൊണ്ട് അവർ ഒറ്റയ്ക്ക് രമിക്കുന്നു. ആരുടെയും സഹായം ആവശ്യമില്ല അവർക്ക്. അതുപോലെ ബാലവത് രമതേ അല്ലെങ്കിൽ ഉന്മത്തവത് രമതേ. ഒരു ഉന്മത്തൻ എന്താ ചിന്തിക്കുന്നത് എന്ന് ആർക്കും അറിയാൻ പറ്റുമോ? ഉന്മത്തൻ എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്തൻ. അയാൾ സമൂഹ മധ്യത്തിൽ കഴിയുമ്പോഴും അയാളുടെ ചിന്തകൾ എന്താണെന്ന് അടുത്ത നിമിഷം അയാൾ എങ്ങനെ പെരുമാറും അറിയാൻ പറ്റില്ല നമുക്ക്. വളരെ വേഗത്തിൽ കിഴക്കോട്ട് നടക്കുന്നത് കാണാം. എന്തോ എടുക്കാൻ പോകണമെന്ന് നമ്മൾ വിചാരിക്കും. എവിടെയോ ആരെയോ കാണാൻ അർജന്റായിട്ട് പോയിക്കൊണ്ടിരിക്കും. സഡൻ ബ്രേക്ക് ഇട്ടിട്ട് യു ടേൺ അടിച്ച് അതേ വേഗത്തിൽ തിരിഞ്ഞു നടക്കുന്നത് കാണാം. അപ്പൊ എന്തോ മറന്നു വെച്ചത് എടുക്കാൻ പോകണമെന്ന് വിചാരിച്ച് നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് വീണ്ടും അതേ സ്പീഡിൽ ഇങ്ങോട്ട് നടക്കുന്നത് കാണാം. എന്താപ്പാ ഉള്ള ഉള്ളില് നമുക്കറിയാൻ പറ്റുമോ? അപ്പോ ഒരു ഭ്രാന്തന്റെ ചിത്തത്തെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്തതുപോലെ അഗാധ ഗംഭീരന്മാരാണ് മഹാത്മാക്കൾ. അവരുടെ ഉള്ളിൽ എന്താണുള്ളത് എന്ന് സാധാരണക്കാർക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. ഒരു ജ്ഞാനിയുടെ ആത്മാനുഭവം എന്താണെന്ന് നമുക്ക് വർണ്ണിക്കാൻ ആവില്ല. അതുപോലെ ഭ്രാന്തന് ആരെയും ഭയവുമില്ല, ഒരു നാണവും മാനവും കൂസലും ഇല്ല. അതുപോലെയാണ് ഒരു ജ്ഞാനിക്കും. ആരെയും ഭയപ്പെടാനില്ല, ഒരു നാണം മാനം എന്തിനെങ്കിലും ഒരു കൂസല് അവർക്ക് ഉണ്ടാവില്ല. ഇപ്പൊ ഒരു ഉന്മത്തനെ പോലെ ഒരു ഭ്രാന്തനെ പോലെയൊക്കെ ചിലപ്പോ സഞ്ചരിച്ചു എന്ന് വരും. രമതേ ബാലോന്മത്തവദേവ. അപ്പോ ഒരു യോഗിയെ നമ്മൾക്ക് വിലയിരുത്താൻ നമ്മുടെ കയ്യിൽ അളവുകോലില്ല. ഇല്ലാത്ത അളവുകോലും കൊണ്ട് നിങ്ങൾ എങ്ങനെ ഒരു മഹാത്മാവിനെ അളക്കും? സാധ്യമല്ല. അതുകൊണ്ട് ആ പണിക്ക് പോകാതിരിക്കുക. ഒരു മഹാത്മാവിനെ അയാളുടെ പാട്ടിന് വിടുക, അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുക, അവരിൽ നിന്ന് നേടേണ്ട അറിവ് നേടുക. അതാണ് വേണ്ടത്. രത്യാകർപ്പട വിരചിത കന്ദഃ പുണ്യ വിവർജിത പന്തഃ യോഗി യോഗ നിയോജിത ചിത്തഃ രമതേ ബാലോന്മത്തവദേവ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി രക്ഷതി ഡുകൃഞ്ജകരണേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. നമുക്ക് നാളെ തുടരാം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.